Good evening, guys. Good evening. Hi, sir. Good evening. Hi, Vasudhi. Good evening. Good evening, Sudeep. Okay, fine. So this is how I'll start the day. ഇന്നത്തെ ദിവസം നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്തു എന്ന് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ നോക്കാം. ഇന്നലെ നമ്മൾ എന്താണോ മാർക്കറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഡെഫിനറ്റ്ലി ആ ഒരു ഒരു ക്രൈറ്റീരിയ നമ്മൾ ഇന്നലെ 3 കാര്യങ്ങളാണ് മാർക്കറ്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തത്. മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യത ഉള്ളതെന്ന് 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിലൊരു സിനാരിയോ വളരെ കൃത്യമായിട്ട് ഇന്ന് അൺഫോൾഡ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതുപോലെ തന്നെ ഇത് ഞാൻ എന്റെ ചാർട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു ഇത് കാണിച്ചു തരുന്നു. ദിസ് ഇസ് ഹൗ മൈ ചാർട്ട് ലുക്സ് ലൈക്ക് വൈൽ ഐ ട്രേഡ്. സി ഓരോ സ്ട്രൈക്കിലും ഓരോ സ്ട്രൈക്കിലും ഞാൻ ഓരോ ലെവൽസ് മാർക്ക് ചെയ്തിരുന്നു. ദിസ് ഇസ് ഹൗ ഐ ഐഡന്റിഫൈ ദ ലെവൽസ്. അതിന്റെ കൂടെ CPR ഇൻഡിക്കേറ്റേഴ്സും ഉണ്ടാവും. വേറെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ എന്റെ ചാർട്ട്സിൽ യൂസ് ചെയ്യാറില്ല. ഈ രീതിയിലായിരിക്കും ചാർട്ട് ട്രേഡിംഗ് സമയത്ത് ഉണ്ടാവുക. യൂഷ്വലി ഞാൻ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇത് യൂഷ്വലി നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം എഴുതി കാണിക്കാനൊക്കെ ആയിട്ട് എപ്പോഴും ക്ലിയർ ചെയ്യാറുണ്ട്. സോ ഇന്ന് ഫോർച്ചുനേറ്റ്ലി അത് ഞാൻ ചെയ്തില്ല. വൈ ബിക്കോസ് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഞാൻ എന്റെ ചാർട്ടുകൾ കീപ്പ് ചെയ്യണത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. സോ ഐ ജസ്റ്റ് കെപ്റ്റ് ഇറ്റ് ഓഫ്. സി ദിസ് നിങ്ങൾക്ക് ഒരു വെർട്ടിക്കൽ ലൈൻസ് ഒരു 3 വെർട്ടിക്കൽ ലൈൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനകത്ത്. സി ദിസ് 1, 2 ആൻഡ് 3. ഈ 3 വെർട്ടിക്കൽ ലൈൻസ് നിങ്ങൾ കാണാലോ. ഈ 3 വെർട്ടിക്കൽ ലൈൻസ് സമയം നോക്കിക്കഴിഞ്ഞാൽ 10 മണി, 11 മണി, 12 മണി. ഏകദേശം മാർക്കറ്റ് പകുതിയാവുന്ന സമയമാണ് ഇത്. നമുക്ക് 12:30 നമ്മൾ ഒരു ഹാഫ് ടൈം ആയിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 12 മണി സമയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു. ഈ മാർക്കറ്റ് പകുതി ആകുന്നത് വരെ ഞാൻ മാർക്കറ്റിനെ ഒരു ചെക്കിംഗ് ടൈമിൽ കൂടെ വിടത്തുള്ളൂ. എന്റെ പൊസിഷൻസ് എല്ലാം അൺഫോൾഡ് ചെയ്ത് കൊടുക്കുകയും അതേപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകൾ ഈ സമയങ്ങളിൽ എടുക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല. എക്സ്പെഷ്യലി ഓൺ ദ വെരി ഫസ്റ്റ് ഹാഫ്. 10 മണി വരെയുള്ള സമയത്ത് ഞാൻ വളരെ അഗ്രസീവ് ആയിട്ട് ട്രേഡ് ചെയ്യാറില്ല. വളരെ ലൈറ്റ് ആയിട്ട് പൊസിഷൻസ് എല്ലാം വളരെ ചെറിയ പൊസിഷൻസ് കീപ്പ് ചെയ്ത് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള സമയത്താണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് വെദർ ഐ ഹാവ് ടു ഗോ അഗ്രസീവ് ഓർ ഐ ഹാവ് ടു ഡിഫെൻഡ്. സി നിങ്ങളൊരു ക്രിക്കറ്റ് മാച്ച് കളിക്കുന്നത് പോലെ തന്നെയാണ്. അഗ്രസീവ് അപ്രോച്ച് എടുക്കണോ അതോ ഡിഫെൻസീവ് അപ്രോച്ച് എടുക്കണോ? ഒരു മാച്ചിന് എങ്ങനെയായിരിക്കും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള രീതിയിലിരിക്കും. 2020 ആണ് കുറച്ച് അഗ്രസീവ് അപ്രോച്ച് എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ടെസ്റ്റ് മാച്ചസ് ആണെങ്കിൽ കുറച്ച് ഡിഫെൻസീവ് അപ്രോച്ച് ആയിരിക്കും നിങ്ങൾ സ്വീകരിക്കുന്നത്. ഇതേപോലെ തന്നെയായിരുന്നു മാർക്കറ്റിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ ഇറങ്ങാൻ നേരം അഗ്രസീവ് ആയിട്ട് ബാറ്റ് ചെയ്യണോ അതോ ഡിഫെൻസീവ് ആയിട്ട് ചെയ്യണോ എന്നുള്ളത് മാർക്കറ്റിന്റെ കണ്ടീഷൻസ് എന്താണോ നമ്മൾ ആ പിച്ചിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ബാറ്റ് ചെയ്യുക എന്ന് പറയത്തില്ലേ, അതേപോലെ തന്നെയാണ് ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഞാൻ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും മാക്സിമം എന്താണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിക്കുന്നതെന്ന്. അതിനുശേഷമായിരിക്കും ഞാൻ ആ മാർക്കറ്റിനെ എങ്ങനെ ട്രേഡ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ഫേസ് ആൻഡ് ദിസ് ഇസ് മൈ സെക്കൻഡ് ഫേസ് ആൻഡ് ദിസ് ഇസ് മൈ തേർഡ് ഫേസ്. 3 ഫേസ് ആയിട്ട് ഡിസൈഡ് ചെയ്യും. ഓൾമോസ്റ്റ് നല്ലൊരു കണ്ടീഷൻസും കാര്യങ്ങളും ആണ് നമുക്ക് മാർക്കറ്റിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആഫ്റ്റർ 10 o'clock ഐ വിൽ ഗോ വെരി അഗ്രസീവ്. നല്ല അഗ്രസീവ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും അതിന് ശേഷം മാത്രമേ നോക്കത്തുള്ളൂ. എന്നാലും ശരി, മാർക്കറ്റിന്റെ കണ്ടീഷൻസ് ഫേവറബിൾ ആണെങ്കിലും ശരി, രാവിലെ 10 മണിക്ക് മുമ്പ് ഞാൻ ഇതേപോലത്തെ പൊസിഷൻസിൽ വളരെ ലൈറ്റ് ആയിട്ട് മാത്രമേ ട്രേഡ് ചെയ്യത്തുള്ളൂ. സോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഞാൻ ആദ്യമേ ഡിസ്കസ് ചെയ്തത്. സോ ഇപ്പോ നമ്മൾ യൂഷ്വലി കാണുന്ന നമ്മളുടെ ചാർട്ട് ആയിട്ടുണ്ട്. വെരി ലൈറ്റ്, ഒന്നുമില്ല, പ്ലെയിൻ ചാർട്ട്സ്. ഓക്കെ. സോ അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ ഒരു ക്രൈറ്റീരിയ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും. രാവിലെ മാർക്കറ്റിന്റെ ഒരു പ്രീമിയത്തിൽ നല്ല ക്രാഷ് ഉണ്ടാവാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ 3 കാര്യങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത അതിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞത് രാവിലെ തന്നെ പ്രീമിയംസ് എല്ലാം നല്ല രീതിയിൽ ക്രാഷ് ആവും, എന്നിട്ട് ആ റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന്. ചെയ്ത് സെയിം കാര്യമാണ് ഇന്നും സംഭവിച്ചത്. മാർക്കറ്റ് ഓപ്പൺ ആവുന്നു, ലുക്ക് അറ്റ് ദിസ്. മാർക്കറ്റ് ഓപ്പൺ ആവുന്നു, മാർക്കറ്റ് മേലോട്ട് പോകുന്നു. പക്ഷേ കോൾ ഓപ്ഷനിലെ പ്രീമിയം എന്താ സംഭവിക്കണേന്ന് നോക്കിക്കേ. കോൾ ഓപ്ഷനിലെ പ്രീമിയം 31 ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെയൊക്കെ എന്തായിരുന്നു കണ്ടിരുന്നത്? കോൾ ഓപ്ഷനിലെ പ്രീമിയം 31 നിന്ന് മേലോട്ട് പോകും അല്ലെ, 48 വരെയെങ്കിലും പോയിട്ട് വീണ്ടും തിരിച്ച് താഴത്തോട്ട് വരത്തുള്ളൂ. ബട്ട് വാട്ട് ഹാപ്പൻസ് ഓൺ ദ അതർ സൈഡ്? ബാക്കിയുള്ള സ്ഥലത്ത് എന്താണ് സംഭവിച്ചത്? 31 റുപ്പീസിൽ ഉണ്ടായിരുന്ന പ്രീമിയം നേരെ താഴത്തോട്ട് വന്നു. മാർക്കറ്റിന്റെ ക്യാൻഡിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ക്യാൻഡിൽ
ആദ്യമേ മേളിലോട്ടാണ് പോയത്. മേളിലോട്ട് പോയപ്പോഴും പ്രീമിയം താഴത്തോട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പുട്ട് ഓപ്ഷന്റെ സൈഡിലും ആ ഒരു പ്രീമിയം മൂവ്മെന്റ് താഴത്തോട്ട് തന്നെയാണ് നമുക്കറിയാൻ പറ്റും. സി വളരെ പെട്ടെന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു സിനാരിയോ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മളുടെ ട്രേഡിംഗിൽ. വളരെ പെട്ടെന്ന് തന്നെ 13 രൂപയിലേക്ക് ആദ്യത്തെ 15 മിനിറ്റ് കൊണ്ട് തന്നെ എൻറ്റയർ പ്രീമിയം DK നമുക്ക് തന്നു കഴിഞ്ഞു. റൈറ്റ് 36ൽ നിന്ന് 13ലേക്ക് വന്നു. എന്നിട്ട് അതിന് ശേഷമാണ് ഈ 15 മിനിറ്റിന് ശേഷമാണ് ചെറിയതായിട്ടുള്ള ഒരു DKയും കാര്യങ്ങളും സംഭവിക്കുന്നത്. നമ്മൾക്ക് ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു കാര്യം ഉറപ്പായിരിക്കും. ഇവിടുത്തെ DKയും കൂടെ കാണിച്ചു തരാം. സീരീസ് 32ൽ നിന്ന് ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ 15 രൂപയിലേക്ക് വരുന്നു. ഇവിടെ 36ൽ നിന്ന് ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ പ്രീമിയം 13 രൂപയിലേക്ക് വരുന്നു. അവിടെ നിന്ന് ഫുൾ ഡേ ട്രേഡ് ചെയ്തിട്ട് ഏകദേശം അത് കഴിഞ്ഞിട്ടുള്ള 6 മണിക്കൂറുകൾ ട്രേഡിംഗ് സെക്ഷൻ ഉണ്ടായിട്ട് വെറും 6 രൂപയാണ് ഇവിടെ പ്രീമിയം സൈഡിൽ കുറഞ്ഞത്. ഇവിടെയോ 6 രൂപ. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യത്തെ 15 മിനിറ്റിൽ ഇവിടെ റെഡ്യൂസ് ആയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 23 രൂപയാണ്. മേളിലാണെങ്കിൽ അത് 17 രൂപയാണ്. ഓക്കെ, ഇത് 15 മിനിറ്റിലെ DK 17 രൂപയും താഴത്ത് അത് 23 രൂപയുമാണ് ഫുഡ് സൈഡിൽ. അത് കഴിഞ്ഞിട്ട് 6 മണിക്കൂർ കൊണ്ട് ഇറ്റ് ടേക്സ് 6 hours ടു DK 6 രൂപ DKക്ക് വേണ്ടിയിട്ട് 6 മണിക്കൂർ ട്രേഡ് ചെയ്യേണ്ടി വന്നു. സോ ആദ്യത്തെ 15 മിനിറ്റ്സ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 17 റുപ്പീസ് ഇല്ല. ഓക്കെ, സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യത്തെ ക്യാൻഡിൽ തന്നെ ഇന്ന് എൻട്രി എടുത്തായിരുന്നു. എന്റെ ഫസ്റ്റ് ക്യാൻഡിൽ എൻട്രി പോയത് ഇവിടെ CPR ലെവലിന് താഴത്ത് മാർക്കറ്റ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഞാൻ കോൾ ഓപ്ഷനിലാണ് ആദ്യത്തെ എൻട്രി എടുത്തത്. ഡെഫിനറ്റ്ലി ഇതല്ലാത്ത സ്ട്രൈക്ക്, വേറെ ഏതോ സ്ട്രൈക്കും കാര്യങ്ങളായിരുന്നു. പക്ഷെ മാർക്കറ്റിന്റെ ഈ ഒരു മൂവ്മെന്റ് കണ്ടതിന് ശേഷം ഐ എക്സിറ്റഡ് ഓൾമോസ്റ്റ് ബൈ 12:30. ഈ ഒരു സിനാരിയോ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മാർക്കറ്റിനുള്ള വളരെ പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നല്ല പ്രോഫിറ്റ് കിട്ടി. എനിക്ക് ഓൾറെഡി നല്ല DK കിട്ടി രണ്ട് സൈഡിൽ നിന്നും. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ PE സൈഡിലും എൻട്രി ചെയ്തു. PE സൈഡിൽ നിന്നും എനിക്ക് അത്യാവശ്യം നല്ല DK കിട്ടി. അതിനുശേഷം DK ഇല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറി നിന്നു. പിന്നെ ഞാൻ ട്രേഡ്സിലോ കാര്യങ്ങളോ ഒന്നും എൻട്രി ചെയ്യാനായിട്ട് പോയില്ല. എനിക്ക് വേണമെങ്കിൽ ഇരുന്ന് ഒരു 2 രൂപയോ 3 രൂപയോ ഒരു സൈഡിൽ അഡീഷണലി എനിക്ക് DK ലഭിക്കാമായിരുന്നു. പക്ഷെ ഞാൻ അതിന് എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് പറഞ്ഞില്ല. സോറി ഗൈസ്, കുറച്ച് കഫ് ഉണ്ടായിരുന്നു. സോറി. എന്തുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഞാൻ ഇപ്പൊ ഡെഫിനറ്റ്ലി 23 റുപ്പീസിന് പ്രീമിയം താഴത്തോട്ട് വന്ന് 13 റുപ്പീസിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി മാർക്കറ്റിന് ഒരു സ്പൈക്ക് വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഇത്രയും നേരം ട്രേഡ് ചെയ്തിട്ട് കിട്ടാഞ്ഞ ഒരു സ്പൈക്ക് ഇവിടെ പ്രീമിയത്തിലുണ്ടാവും. ഫുഡ് സൈഡ് താഴത്തോട്ട് പോവുമോ? നോ. ഫുഡ് സൈഡിൽ ഒരു മൂവ്മെന്റും ഉണ്ടാവത്തില്ല. പക്ഷെ കോൾ സൈഡിലോട്ട് മാർക്കറ്റ് സപ്പോസ് ഇങ്ങനെ മേലിലോട്ട് ഒരു മൂവ്മെന്റ് തന്നെന്ന് വിചാരിക്കും, ഒരു 50 പോയിന്റ്സിന്റെ മൂവ്മെന്റ് തന്നാലും മതി. വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇവിടെ നിന്ന് കോൾ സൈഡിലെ പ്രീമിയം നല്ല രീതിയിൽ സ്പൈക്ക് ആകുകയും ഫുഡ് സൈഡിൽ DK കിട്ടത്തുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ പ്രോഫിറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ പ്രോഫിറ്റ് വിൽ ബിക്കം 0. നമ്മൾ ലോസിലോട്ട് പോകത്തില്ല. അവിടെ നമ്മൾ ലോസിലോട്ട് പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. കാര്യം ഓൾറെഡി നമ്മൾ നല്ല പ്രോഫിറ്റിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ ഒരു സ്പൈക്ക് ഉണ്ടായാൽ താഴത്തുനിന്ന് ആ ഒരു DK കിട്ടത്തില്ലെന്ന് ഉറപ്പായത് കൊണ്ട് തന്നെ വി വിൽ എൻഡ് അപ്പ് മേക്കിംഗ് നോ മണി. അതിനുശേഷം വി ഹാവ് ടു ഫൈറ്റ് വിത്ത് ദ മാർക്കറ്റ്. നമ്മളുടെ ഇന്നത്തെ ദിവസം ഇവിടെ ശ്രദ്ധിച്ചോളൂ ഞാൻ പറയുന്നത്. ഇന്നത്തെ ദിവസം രാവിലെ നല്ലൊരു എൻട്രി കിട്ടി, താഴത്തോട്ട് മാർക്കറ്റ് വന്നു, ഇത് ഫുള്ളായിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്തു. അതിനുശേഷം നല്ലപോലെ മാർക്കറ്റ് ചെറിയൊരു DK തരുന്നുണ്ട്, നമ്മൾ അതെല്ലാം ഹോൾഡ് ചെയ്തു. ഏകദേശം 12 മണി വരെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്തു പ്രോഫിറ്റിൽ നിൽക്കുവാണ്. സപ്പോസ് 12 മണിക്ക് മാർക്കറ്റ് ഒരു സ്പൈക്ക് വന്നു, ഇവിടെ നിന്ന് തിരിച്ചു പോയി. 5 മിനിറ്റ് കൊണ്ടും തന്നെ ഈ ഒരു സ്പൈക്ക് മാർക്കറ്റിൽ സംഭവിച്ചെന്ന് കരുതുക. നമ്മൾ രാവിലെ തൊട്ട് എടുത്ത എഫേർട്സ് എല്ലാം വേസ്റ്റ് ആകും. അതേപോലെ തന്നെ വീണ്ടും നമ്മൾ എന്തായിരിക്കണം ചെയ്യണം? ഈ ഒരു പ്രോഫിറ്റ് വിൽ ഗോ ടു 0. നമ്മളുടെ പ്രോഫിറ്റ് 0യിലോട്ട് പോയി. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു ഫൈറ്റ് വിത്ത് ദ മാർക്കറ്റ്. നമുക്ക് വീണ്ടും ആ പ്രോഫിറ്റിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. തിരിച്ച് ഒരിക്കലും ഈ പ്രീമിയം 6 രൂപയിൽ നിന്നുണ്ടായിരുന്ന പ്രീമിയം ഒരിക്കലും 0യിലോട്ട് പോകാൻ പോകുന്നില്ല. ദാറ്റ് വിൽ ബിക്കം മാക്സിമം 5 റുപ്പീസ്. പക്ഷേ ഈ 28 രൂപയിലോട്ട് പോയ പ്രീമിയം ചിലപ്പോൾ തിരിച്ചു വരാം 16 രൂപയിലോ 15 രൂപയിലോ മേ ബി 12 രൂപയിലോ പോട്ടെ. 9 രൂപയിലാണെങ്കിലും ചിലപ്പോൾ വന്ന് ഇന്നത്തെ ട്രേഡിംഗ് ഡേ അവസാനിപ്പിക്കും. പക്ഷേ
ഈ സമയം കൊണ്ട് 12 മണി വരെ എടുത്ത പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് അഡീഷണൽ ആയിട്ട് 1 രൂപ പോലും അവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ സൈസിങ് വളരെയധികം കൂട്ടുക എന്നുള്ളതാണ്. പൊസിഷൻസ് വളരെയധികം കൂട്ടുക. ഇന്നൊരു എക്സ്പയറി ഡേ അല്ലാത്തത് കൊണ്ട് തന്നെ ഡെഫിനിറ്റ്ലി നമുക്ക് അതിനുള്ള ഒരു പോസിബിലിറ്റി കുറവാണ്. പൊസിഷൻസ് നമുക്ക് ഒരുപാട് കൂട്ടി വെക്കാനായിട്ട് സാധിക്കത്തില്ല. ഒബ്വിയസ്ലി ഈ 6 ഒരിക്കലും സീറോയിലോട്ട് പോകാനായിട്ട് പോകുന്നില്ല. അതേപോലെ തന്നെ ഈ 9 രൂപയും മാർക്കറ്റ് അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സീറോയിലോട്ട് പോകാനായിട്ട് പോകുന്നില്ല. സോ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പൊസിഷൻ സൈസിങ് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എക്സ്പയറി ഡേ അല്ലാത്തത് കൊണ്ട് തന്നെ പ്രീമിയംസ് സീറോയിലോട്ട് പോകത്തില്ല. ഇൻ കേസ് ഒരു സ്പൈക്ക് വന്നാൽ അത് തിരിച്ചു വരാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്പൈക്ക് വന്നിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റീ എൻട്രി ചെയ്തേനെ. അതിനോട് എനിക്ക് 12 രൂപയ്ക്ക് പകരം ആ ഒരു പ്രീമിയം 28 രൂപയ്ക്ക് കിട്ടും. ഒബ്വിയസ്ലി ഞാൻ അത് എൻട്രി ചെയ്യണ്ടേ? ഡെഫിനറ്റ്ലി ഞാൻ അത് എൻട്രി ചെയ്യും. എന്നിട്ട് ഈ ഒരു DK ക്യാപ്ചർ ചെയ്യാനായിട്ട് നോക്കും. സോ ഇന്ന് ആ സ്പൈക്ക് ഉണ്ടായില്ല. മാർക്കറ്റ് അവിടെ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ ഒരു സ്പൈക്കിൽ കൊണ്ടുപോയി നമ്മൾ തല വെച്ച് കൊടുക്കണ്ടെന്ന് കരുതി തന്നെയാണ് മാറി നിന്നത്. എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റ്സോ കാര്യങ്ങളോ ഒന്നും ജനറേറ്റ് ചെയ്തിട്ടില്ല. എന്താണോ DK തന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 10 മണിക്ക് മുമ്പ് ഞാൻ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ വളരെ ചെറിയ പൊസിഷൻ സൈസിങ് ആയിരിക്കും. സോ അത് തരുന്ന ഒരു മിനിമം പ്രോഫിറ്റ്സ് മാത്രമാണ് ഇന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത്. സോ ദിസ് ഇസ് ഹൗ ദാറ്റ് ഹാപ്പൻസ്. ഇനി സ്ഥിരം വേട്ടമൃഗമായ നമ്മളുടെ കമ്പൈൻഡ് പ്രീമിയംസ് എന്താണെന്ന് ഞാൻ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് നോക്കാം. സീ ദിസ് ഓൾമോസ്റ്റ് 100 റുപ്പീസ് ഉണ്ടായിരുന്ന കമ്പൈൻഡ് പ്രീമിയം അടുത്ത 10-15 മിനിറ്റിൽ തന്നെ 50% DK തന്നു കഴിഞ്ഞു. സി അതിനുശേഷം വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു DK മാത്രമാണ് തന്നത്. 50 റുപ്പീസ് ഓൾമോസ്റ്റ് 40 റുപ്പീസ് വരെ തന്നെ ലാസ്റ്റത്തെ 5 മിനിറ്റ് വരെ ട്രേഡ് ചെയ്യുന്നത്. സോ അതിനുശേഷമാണ് ആ ഒരു DK തന്നത്. അറ്റ് 2 o'clock അത് 40 റുപ്പീസ് നിൽക്കുവാണ്. അറ്റ് 3 o'clock ഓൾസോ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് അറ്റ് 40 റുപ്പീസ്. സോ വലിയ രീതിയിൽ ആ ഒരു റിസ്ക് എടുക്കുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാകുമോ എന്ന് ഉള്ളത് സംശയമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് വളരെ കുറച്ച് വെച്ചത്. സോ ഒബ്വിയസ്ലി നല്ലൊരു തീരുമാനമായിരുന്നു അവസാനം. സി ഇത് ദിസ് ക്യാൻ ഗോ എഗെയിൻസ്റ്റ് ഓൾസോ അല്ലെ? അങ്ങനെയും നമുക്ക് ചിന്തിക്കാമല്ലോ. എഗെയിൻസ്റ്റ് പോയാൽ എന്ത് ചെയ്യും? സപ്പോസ് ഈ ഒരു 6 റുപ്പീസിനുള്ള പ്രീമിയം നേരെ ഒരു 3 റുപ്പീസിലോട്ടോ ഇല്ലെങ്കിൽ ഒരു 2 റുപ്പീസിലോട്ടോ വരെയും ഈ 9 റുപ്പീസ് ഒരു 3 റുപ്പീസിലോട്ടൊക്കെ വന്ന് പ്രീമിയം നല്ല രീതിയിൽ ക്രാഷ് നടക്കാം. അങ്ങനെയാണെങ്കിലും ശരി പൊസിഷൻ സൈസിങ് കൂട്ടാത്തത് കൊണ്ട് തന്നെ ഒബ്വിയസ്ലി നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് മാർജിൻ ഡിക്രീസ് ഉണ്ടായിട്ടില്ല. സോ ട്രേഡിംഗ് വാസ് ഓക്കെ ഫോർ ദ ഡേ. എക്സ്പെഷ്യലി ബയേഴ്സിന് പറ്റിയ ദിവസമേ അല്ലായിരുന്നു. ബയേഴ്സ് വുഡ് ഹാവ് ബീൻ ഡെഫിനറ്റ്ലി ഇൻ ലോസ്. ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രീമിയം നല്ല രീതിയിലുള്ള മൂവ്മെന്റ് തന്നു കാണത്തില്ല. ഇങ്ങനത്തെ ഇത്രയും വളരെ ഡള്ളായിട്ടുള്ള മാർക്കറ്റിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ചെക്ക് ചെയ്യുന്നതിന് പകരം സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് ചെക്ക് ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ എവ്രി വൺ മൈ നോ ഷിജുമോൻ ആന്റണി. ഞങ്ങൾക്ക് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രേഡർ ആയിരുന്നു ഷിജുമോൻ ആന്റണി. വാട്ട് ഹി ഡസ് ഇസ് ദാറ്റ് എങ്ങനെയായിരിക്കും ഷിജുമോൻ ആന്റണി ഒരു ബയ്യർ ആണ് ഇങ്ങനത്തെ മാർക്കറ്റ് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാമോ? ഒബ്വിയസ്ലി ആദ്യത്തെ ക്യാൻഡിൽ തന്നെ ഷിജുമോൻ ആന്റണിയുടെ എൻട്രി പോകും. സപ്പോസ് ഇവിടെ ആയിരിക്കും എൻട്രി പോകുന്നത്. ഇവിടെ ആയിരിക്കും പി സൈഡിലും എൻട്രി പോകുന്നത്. ഇത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിലായിരിക്കും ഇത് ഈ ഒരു ദിവസം എൻട്രി പോകുന്നത്. സി ഹി ജസ്റ്റ് വാണ്ട് ഇസ് പൊസിഷൻസ്. ഇവിടെയും ആളുടെ പൊസിഷൻ ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ചെക്ക് പൊസിഷൻസ് ആയിട്ട് സെൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത്. സി യു ക്യാൻ ഓൾസോ ഇത് നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എന്താണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ചെക്ക് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്ത് ആദ്യം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇടും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഈ ഒരു പൊസിഷനിൽ നിന്നോട്ട് 32 റുപ്പീസിൽ നിന്ന് മാർക്കറ്റിന്റെ പ്രീമിയം 11 രൂപയിലോട്ട് വന്നു. തിരിച്ച് മാർക്കറ്റ് റിവേഴ്സൽ ആയി എന്ന് കരുതുക. പ്രീമിയം നല്ല രീതിയിൽ സ്പൈക്ക് ആവുന്നുണ്ട്. ഈ ഒരു പൊസിഷന് ഭീഷണിയില്ല. പക്ഷേ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. എന്തായിരുന്നു? ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി. നമ്മളുടെ പൊസിഷൻ മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ബൈയിങ് പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാര്യം നമ്മുടെ സെൽ ഓർഡർ ലോസിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സോ ഈ സെൽ ഓർഡർ ലോസിലോട്ട് പോകുമ്പോഴും ഒബ്വിയസ്ലി നമ്മളുടെ ഫുഡ് സൈഡിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ തെളിഞ്ഞു കിട്ടത്തില്ലേ? അങ്ങനെ ബൈ ചെയ്താൽ 11 റുപ്പീസിൽ നിന്ന് ഒരു റിവേഴ്സൽ കിട്ടുമെന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സപ്പോസ് അവിടെ 11 റുപ്പീസ് പോലും വരണ്ട,
കൺഫർമേഷന് വേണ്ടിയിട്ട് എത്ര വേണേലും വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി ഓൾമോസ്റ്റ് 20 റുപ്പീസ്, ജസ്റ്റ് എ മിനിറ്റ്, തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് ആയി 20 റുപ്പീസ് മേലോട്ട് പോകുമ്പോഴാണെങ്കിലും ആ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തൂടെ? ഒബ്വിയസ്ലി ഇത് മനസ്സിലായെന്ന് കരുതുന്നു. രണ്ട് സൈഡിലും ചെക്ക് പൊസിഷൻസ് സെല്ല് ചെയ്ത് ഇട്ടതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സലായി തിരിച്ചു പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ഏതെങ്കിലും ഒരു സൈഡിലോ നല്ല മൂവ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുകയും ആ സൈഡിലോട്ട് ബൈ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അത് ലോസിലോട്ട് പോവുമോ? ഇല്ല. വാട്ട് ഇപ്പോ 20 രൂപയ്ക്ക് മേലോട്ട് ആ പ്രീമിയം പോയിന്ന് കരുതുക. ഞാൻ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു, അത് 24 പോയി തിരിച്ചു വന്നു. ഒബ്വിയസ്ലി നമ്മളെ സെൽ പൊസിഷൻ കിടക്കുന്ന ഉള്ളത് കൊണ്ട് തന്നെ ഇത് 20 റുപ്പീസിൽ നിന്ന് 16 റുപ്പീസിലോട്ട് വന്നാൽ എനിക്ക് ഈ പൊസിഷൻ കട്ട് ചെയ്യാം. എന്തെങ്കിലും ലോസ് ഉണ്ട്? അതിന് 4 പോയിന്റ്സ്. എത്ര പോയിന്റ് ഓൾറെഡി ക്യാപ്ചർ? 31 ടു 20 പോയിന്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. അവിടെ നമ്മൾ 10 പോയിന്റ്സ് ക്യാപ്ചർ ചെയ്തു. അത് കൂടാതെ ഒരു 4 പോയിന്റ്സിന്റെ ലോസ് നമ്മൾ അവിടെ നിന്ന് ബുക്ക് ചെയ്യും. മാക്സിമം 6 പോയിന്റ്സ് വീണ്ടും നമ്മളുടെ കയ്യിൽ ഇരിക്കുക. അപ്പൊ താഴത്ത് എന്ത് സംഭവിച്ചു? 35 നിന്ന് പ്രീമിയം 12ലോട്ട് വന്നു അല്ലെ? 35 ടു 12. ഇവിടെ ഓൾറെഡി നമ്മൾ 23 പോയിന്റ്സ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു 6 പോയിന്റ്സ്, ഈ ഒരു 4 പോയിന്റ്സിന്റെ റിസ്ക് എടുക്കുന്നത് കൊണ്ട് ഒരു നഷ്ടം അവിടെ ഉണ്ടാവുന്നില്ല. അതാണ് വെരി ഫേമസ് ആയിട്ടുള്ള ഷിജുമോൻ ആന്റണി ട്രേഡിംഗിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ മെത്തേഡ്. ആള് പൊസിഷൻസിലേക്ക് എൻട്രി ചെയ്യാനും ബൈ പൊസിഷൻ കണ്ടെത്താനും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കായിരുന്നു. ഒബ്വിയസ്ലി യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ടൈം ഈസ് ഓക്കെ, 20 മിനിറ്റ്സ് ആയി ഞാൻ കഥകളും കാര്യങ്ങളും പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. സുദീപ്, എനി ഡൗട്ട്സ് യു ക്യാൻ ജസ്റ്റ് ആസ്ക് മീ. ഇന്നത്തെ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കായിരുന്നു. ജസ്റ്റ് വി ക്യാൻ ഇല്ല, ഡിസ്കസ്. ഇന്നലെ ഓക്കെ, ബൈ ചെയ്തിട്ട് നല്ല ഹ്യൂജ് പ്രോഫിറ്റ് അടിച്ചു. അപ്പൊ ഗുഡ് ഗുഡ്. ഇന്നും ബൈയിങ് എന്നുള്ള മൈൻഡിലിരുന്നു. ഇന്ന് കുറച്ച് ലോസ് ആണ്, എന്നാലും കുഴപ്പമില്ല. എന്നാലും ബൈയിങ് ആയിരുന്നില്ല എന്ന് വേണ്ടത്. അപ്പൊ ഇന്ന് ബൈയിങ് ചെയ്ത് ലോസ് അടിച്ചു, അത്രേ ഉള്ളൂ. റൈറ്റ്, ഫൈൻ, ഇറ്റ്സ് ഓക്കെ. എൻട്രി ഒക്കെ മറ്റേ കറക്റ്റ് ആയിരുന്നു, പക്ഷെ കോള് കേറുമ്പോ ഇത് കേറണില്ല, പ്രീമിയം കേറണില്ല. അപ്പൊ ഞാനാണെങ്കിൽ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അത് ലോസ് അടിച്ചു. റൈറ്റ് അപ്പൊ അങ്ങനെ DK അടിച്ചിട്ട് അല്ല, മനസ്സിലായി അത്. അതാണ് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണേ. മനസ്സിലായി. സംഭവം ഇത് ഇത്ര ഉള്ളായിരുന്നു. ഇതാണ് ഒരു റീസൺ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. രാവിലെ തന്നെ ആ ഒരു DK കംപ്ലീറ്റ്ലി കിട്ടി. See, ഉം, ഉം, this ഉം. ഇത് സംഭവിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇനി നാളത്തെ മാർക്കറ്റ് ഓൾറെഡി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പ്രഡിക്റ്റബിൾ മാർക്കറ്റ് ആയിരിക്കത്തില്ല. ഒബ്വിയസ്ലി ഇത് ഇന്നത്തെ ഇങ്ങനെ ഒരു ദിവസം സംഭവിച്ചുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെഫിനറ്റ്ലി പ്രോഫിറ്റിലായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവരിൽ നിന്ന് വലിയൊരു എക്സ്ട്രാ ഓർഡിനറി മൂവ്മെന്റ്സോ മാർക്കറ്റ് ഷേക്കിങ്ങോ നാളെ ഉണ്ടാകുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. വൈ? ബിക്കോസ് ദേ ആർ ഓൾറെഡി ഇൻ പ്രോഫിറ്റ് ഫോർ ദിസ് വീക്ക്. സെൻസെക്സിൽ നല്ല മൂവ്മെന്റ് കിട്ടി. അതിനുശേഷം നമ്മൾ പ്രീമിയത്തിലേക്ക് വന്നാലും ശരി, ഓൾമോസ്റ്റ് 80-72. ദാറ്റ് ഈസ് എ പോസിബിലിറ്റി ഓഫ് മൈനർ മൂവ്മെന്റ്സ്. എന്താ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനർ മൂവ്മെന്റ്സിനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് ഈ ഒരു പ്രീമിയം സൂചിപ്പിക്കുന്നത്. നമുക്ക് ഒട്ടും മൂവ്മെന്റ് ഇല്ലാത്ത ഒരു മാർക്കറ്റ് ആയിരിക്കും നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമ്പൈൻഡ് പ്രീമിയംസ് ഓൾമോസ്റ്റ് 100 റുപ്പീസിലൊക്കെ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. 50-50 ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ വലിയ മൂവ്മെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അടുത്തുള്ള ഏതെങ്കിലും നല്ല രീതിയിലുള്ള ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് കോൾ ഓപ്ഷൻസ് റൈറ്റ് ആയിരിക്കുന്നത് 24,600 അവിടെ തന്നെയാണ് പുട്ട് ഓപ്ഷൻസ് റൈറ്റ് ആയിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി നാളെ ഈ ഒരു റേഞ്ചിൽ തന്നെ അഡീഷണലി വലിയ മൂവ്മെന്റ് ഇല്ലാതെ ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ദിസ് ക്യാൻ ചേഞ്ച്. ഇതെങ്ങനെ മാറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 24,600 നല്ലൊരു ബ്രേക്ക് ഡൗൺ താഴത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കോൾ സൈഡിലോട്ട് വീണ്ടും മാർക്കറ്റ് തിരിച്ചു കയറി ബ്രേക്ക് ചെയ്ത് പോകത്തില്ല നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം അവര് നല്ല രീതിയിൽ പുഷ് ചെയ്തായിരിക്കും മാർക്കറ്റിനെ താഴത്തോട്ട് വിടുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചു കയറിപ്പോയി അതിനെ ബ്രേക്ക് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവണ്ട. ഇല്ലെങ്കിൽ നേരെ തിരിച്ച് മറിച്ച് മേലോട്ടാണ് പോകുന്നതെങ്കിൽ തിരിച്ചു വന്ന് 24,600 ബ്രേക്ക് ചെയ്യുമെന്ന് ചിന്തിക്കേണ്ട. സോ വേറെ ഇറ്റ് ഈസ് ഒരു പ്ലസ് ഓർ മൈനസ് നാളെ ഒരു +or- 100 പോയിന്റ്സിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. സോ മോസ്റ്റ്ലി ആ ഒരു രീതിയിലായിരിക്കും ഞാൻ എന്റെ ട്രേഡ്സിലും കാര്യങ്ങളിലോട്ടും എൻറ്റർ ചെയ്യുന്നത്. ഈ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ 24,700 ഡെഫിനറ്റ്ലി ആദ്യമേ സെല്ല് ചെയ്യും. അതേപോലെ തന്നെ ഞാൻ സെല് ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രൈക്ക് ആയിരിക്കും 24,500. ഈ രണ്ട് ലെവലിന്റെ ഇടക്ക് മാർക്കറ്റ് എന്തായാലും നാളെ ക്ലോസ് ചെയ്യേണ്ടതാണ്.
ഒബ്വിയസ്ലി ഞാൻ ക്ലോസ് ചെയ്യും എന്ന് പറയുന്നില്ല. ക്ലോസ് ചെയ്യാം, ചെയ്യാതെ ഇരിക്കാം. ഇൻ കേസ് അത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഐ വിൽ ഡു അഡ്ജസ്റ്റ്മെന്റ്. അത്രേ ഉള്ളൂ. പക്ഷേ ദിസ് ഇസ് ദ പോസിബിലിറ്റി. ഇതാണ് നാളത്തേക്ക് നമ്മളുടെ മാർക്കറ്റിൽ ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി. നാളെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ആരും വന്ന് നാളെ ചോദിക്കരുത്, "സർ പറഞ്ഞല്ലോ ഇതേപോലെ ക്ലോസ് ചെയ്യുന്നു, ക്ലോസ് ചെയ്തില്ലല്ലോ." സി മാർക്കറ്റ് ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല. നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ നിന്ന് വലിച്ചെടുക്കാനേ സാധിക്കത്തുള്ളൂ. എന്തെങ്കിലും ഒരു ഇൻഡ്യൂഷൻസ് നമുക്ക് എടുക്കാനോ, ഇല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു സ്റ്റഡിയോ കാര്യങ്ങളോ അതിലേക്ക് ഇൻഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആകാം എന്നുള്ളൊരു സാധ്യത പഠനം മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇങ്ങനെ ബിഹേവ് ചെയ്യാവൂ എന്ന് പറയാനായിട്ടും, ഇല്ലെങ്കിൽ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടും ആർക്കും പോസിബിൾ അല്ല. സപ്പോസ് ഇപ്പൊ എനിക്കറിയാം നാളെ മാർക്കറ്റ് ഈ 24,600 ലെവൽസ് വന്നിട്ട് ഡെഫിനറ്റ്ലി ഇത് മേളിലോട്ട് പോകുന്നതാണെങ്കിൽ ഐ വിൽ ബൈ കോൾ ഓപ്ഷൻ. ഞാൻ വേറെ എന്തിനാണ് ഇത്രയും അധികം ട്രേഡ്സോ കാര്യങ്ങളോ എടുക്കുന്നത്? ഞാൻ എന്തിനാ 24,700 പൊസിഷൻസ് പോലും എൻ്റർ ചെയ്യണം? വേണ്ടല്ലോ. 24,600 കോൾ ഓപ്ഷൻ എന്താണോ അത് വന്ന് ബൈ ചെയ്താൽ പോരെ എന്റെ കയ്യിലുള്ള ഫുൾ ക്യാപിറ്റലിന്. ഒരു റിസ്കും ഇല്ല. വളരെ ഈസി അല്ലേ അപ്പൊ ട്രേഡിങ്? അങ്ങനെ നോക്കാൻ നേരം വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഒരിക്കലും ഇത് പോസിബിൾ അല്ല. 24,600 മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് താഴത്തോട്ട് പോവോ മേളിലോട്ട് പോവോ ആ ഒരു റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്യുമോ എന്നുള്ള കാര്യം നോ വൺ ക്യാൻ പ്രിഡിക്റ്റ്. എന്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് എത്ര വലിയ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, കമ്പൈൻഡ് പ്രീമിയത്തിൽ എന്ത് ഡീക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ശരി, മാർക്കറ്റ് എവിടെ ക്ലോസ് ചെയ്യുമെന്ന് അത് നമ്മൾക്ക് ലാസ്റ്റ് മൂവ്മെന്റ് വരെ പ്രിഡിക്റ്റബിൾ അല്ല. ആഫ്റ്റർ 2 മേ ബി 2 മണിക്ക് ശേഷം നല്ല മൂവ്മെന്റ് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. എത്രയോ സാഹചര്യങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സപ്പോസ് മാർക്കറ്റ് ഇൻ കേസ് ഈ ലെവലിൽ തന്നെ ക്ലോസ് ചെയ്യണമെന്ന് വിചാരിക്കുക, നമ്മളെ ട്രാപ്പ് ചെയ്യണമെന്ന് 24,600 ട്രാപ്പ് ചെയ്യണമെന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആഗ്രഹം ഉണ്ടെങ്കിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നല്ലൊരു സെല്ലിംഗ് വന്നു. കുറച്ചു നേരം ഈ താഴത്തെ ലെവലിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തിരുന്നു. 24,400 450 ലെവൽസിലും മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ കോൾ ഓപ്ഷൻ സൈഡിൽ ഹ്യൂജ് ആയിട്ട് 24,600 ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ എല്ലാവരും കൂടെ വന്ന് സെല് ചെയ്യും. റൈറ്റ്? അപ്പോഴായിരിക്കും ഇത് തിരിച്ചു കയറി പോകുന്നത്. സോ എന്നാലും ഇത്രയും കോൾ ഓപ്ഷൻസ് ഇവിടെ റൈറ്റ് ആയതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യത്തില്ലെന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സ് വിചാരിക്കുന്നുണ്ട്. അവർ ആ പൊസിഷൻ അവിടെ തന്നെ ഹോൾഡ് ചെയ്യും. എക്സ്പയറി ഡേ അല്ലേ, സീറോയിലോട്ട് പോകും എന്നുള്ള ഒരു പ്രതീക്ഷ എന്തായാലും ഉണ്ടല്ലോ. പക്ഷെ എന്തായിരിക്കും സംഭവിക്കുക? ദാറ്റ് വിൽ ജസ്റ്റ് ഗോ ബിയോണ്ട്. സോ ഈ ഒരു വോളറ്റാലിറ്റിയും നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനകത്തും ഒരു രീതിയുമില്ല. പക്ഷെ ഈ ഒരു രീതിയിൽ മാർക്കറ്റിൽ നിന്ന് എന്ത് കാര്യവും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെക്കുമ്പോഴാണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് പ്രോഫിറ്റ് കൺസിസ്റ്റന്റ്ലി ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് സ്കിൽ ഇൻ ദ വേൾഡ്. നിങ്ങൾ ഒരു കാര്യം മാത്രമല്ല ഒരു സമയത്ത് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചിരുന്ന് നിങ്ങളുടെ റിയൽ മണി, പണം നമ്മൾ നേരെ ഡെസ്കിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾക്ക് ഈ ഒരു കാര്യത്തിൽ ഇരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇതിൽ കൺട്രോൾ ഉണ്ടായി ഈ ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹെവി സ്കില്ല് വേണം, ഹെവിലി ഡിസിപ്ലിൻഡ് ആയിരിക്കണം മാർക്കറ്റിൽ. അങ്ങനെ വരുന്നവർക്ക് വളരെ ഈസിലി മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കും. ഒട്ടും മാർക്കറ്റിൽ വിട്ടുകൊടുക്കരുത്. ഈ സാധനം ഒരിക്കലും ഈ പണം എന്ന് പറയുന്ന സാധനം നമ്മൾ ഒരിക്കലും മാർക്കറ്റിന് കൊടുക്കാതിരിക്കാനായിട്ട് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ എന്തായിരിക്കും മാർക്കറ്റ് തിരിച്ചു തരുന്നത്? മാർക്കറ്റ് വിൽ ഗിവ് യു ബാക്ക് ദിസ്. സോ നമ്മൾ എല്ലാവരും ട്രേഡ് ചെയ്യുന്നത് ഒബ്വിയസ്ലി പൈസ ഉണ്ടാക്കാനായിട്ടാണ്. ഇത് മാർക്കറ്റിന് കൊടുക്കാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നിങ്ങൾക്ക് തിരിച്ച് ഇത് തന്നിരിക്കും. നമ്മളുടെ സിസ്റ്റത്തിനെ മാത്രം ക്യാപ്ചർ ചെയ്യാനോ കില്ല് ചെയ്യാനോ വേണ്ടിയിട്ടല്ല മാർക്കറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെ? നമ്മളുടെ എനിക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് ട്രേഡ് ചെയ്യുമെന്നോ ഇല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ മാത്രമാണ് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളുടെ സിസ്റ്റത്തിനെയും ഈ രീതിയിലും ട്രേഡ് ചെയ്യുന്നവർ മാർക്കറ്റിൽ ഉണ്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അറിയാം. അവർക്കും ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും, ഇല്ലെങ്കിൽ സപ്പോർട്ടും റെസിസ്റ്റൻസിലും നിന്ന് പുൾ ബാക്സ് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ ഒരുപാട് രീതിയിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും. ഈ എല്ലാവരും ട്രാപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും മാർക്കറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിനെ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും പറ്റാതെ പ്രോഫിറ്റ് നമുക്ക് തരും. ഇന്ന് തന്നെ ഈ ഒരു 32 റുപ്പീസ്
ഇങ്ങനെ ട്രേഡ് ചെയ്ത് ഈ ഒരു രീതിയിലാണ് താഴത്തോട്ട് വന്നിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം എന്റെ പ്രോഫിറ്റ് 2% മേളിൽ നിന്നേനെ. കാര്യം അത്രയും നല്ല DK മേളിൽ നിന്ന് നല്ല പ്രീമിയംസ് കളക്ട് ചെയ്ത് DK കിട്ടും. പക്ഷേ എന്താ മാർക്കറ്റ് ചെയ്തത്? നേരെ താഴത്തേക്ക് വീണു. നോ കംപ്ലൈന്റ്സ്. നമുക്ക് ഒരു കംപ്ലൈന്റും ഇല്ല ഈ ഒരു സാഹചര്യത്തിൽ. സി ഒബ്വിയസ് നമുക്ക് ഉണ്ടാവേണ്ട DK ഈ നീലയായിരുന്നു. പക്ഷെ നേരെ മാർക്കറ്റ് DK കംപ്ലീറ്റ്ലി താഴത്തോട്ട് വീണാണ് നമുക്ക് DK തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദിസ് ഇസ് ഇതൊരു ട്രാപ്പാന്ന് പറയല്ല. ദിസ് ഇസ് എ വേ ഓഫ് ട്രേഡിംഗ്. ചില ദിവസങ്ങളിൽ അത് ഇങ്ങനെയും ആകാം. പക്ഷെ നമ്മൾ മാർക്കറ്റിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഒബ്വിയസ്ലി മാർക്കറ്റ് നമ്മളെ ട്രാപ്പ് ചെയ്യുന്ന ദിവസം മണി കൊടുക്കാതെ ഇരിക്കുക. അല്ലാത്ത ദിവസം മാർക്കറ്റ് നമുക്ക് കാശ് തരും. ദിസ് ഇസ് ദ ഡിഫറൻസ്. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. ഒബ്വിയസ്ലി നല്ല രീതിയിലുള്ള മാനിപ്പുലേഷൻസ് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിലും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അത് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഈ ഒരു സിസ്റ്റത്തിന്റെ പുറത്ത് ബിലീഫ് ഇല്ലാതെ വരുന്ന എല്ലാവരെയും ഈ സിസ്റ്റത്തിന്റെ അകത്ത് ഒരു നല്ല ഭാഗമായിട്ട് കൊണ്ടുനടക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഒരുപാട് നോയ്സ് ആയിരിക്കും. എങ്ങനെയുള്ളവർ പെട്ടെന്ന് വന്ന് ട്രേഡ് ചെയ്യുന്നവരൊക്കെ മാർക്കറ്റിൽ ഉണ്ടാക്കുന്നത് വലിയ നോയ്സ് ആയിരിക്കും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദേ വാണ്ട് ടു ത്രോ ദം ഔട്ട്. അങ്ങനെ പോയിട്ട് ഒരു ക്ലീൻ മാർക്കറ്റ്, ഇത്രയും നാള് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നവർക്ക് ഒരു ക്ലീൻ മാർക്കറ്റ് ആണ് വേണ്ടത്. സോ ന്യൂബീസ് ആയിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും അവർക്ക് മാർക്കറ്റിൽ ഹോൾഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അവരെങ്ങനെയും അവരെ പുറത്തേക്ക് തള്ളാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് ഇതേപോലത്തെ ഉള്ള കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം ഞാൻ ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു സിസ്റ്റത്തിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഐ ട്രേഡ് സിസ്റ്റം. ഈ സിസ്റ്റം ചില ദിവസം വർക്ക് ചെയ്യുന്ന ദിവസം എന്ത് പറ്റും? മാർക്കറ്റ് നമുക്ക് കാശ് തരും, അല്ലെ? ചില ദിവസം ഈ സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് പോകും. അപ്പൊ എന്ത് പറ്റും? എന്റെ കാശ് മാർക്കറ്റിലേക്ക് എനിക്ക് കൊടുക്കേണ്ടി വരും. സോ ഇതിനകത്ത് ഏത് ആയിരിക്കണം കൂടുതൽ എപ്പോഴും? ഒബ്വിയസ്ലി ദിസ് വൺ. നമ്മളുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന ക്യാഷ് എപ്പോഴും കൂടുതലായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് മാർക്കറ്റിലേക്ക് കൊടുക്കുന്ന ക്യാഷിന് എപ്പോഴും ഒരു നിയന്ത്രണം ഉണ്ടാവണം. ആ സിസ്റ്റം വർക്ക് ചെയ്യാത്ത ദിവസങ്ങളിലാണ്, ഇല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഒരിക്കലും ജമ്പിങ് ചെയ്ത് ഐ ഹാവ് എ സിസ്റ്റം, ഞാൻ ആ സിസ്റ്റത്തിലെ ട്രേഡ് ചെയ്യത്തുള്ളൂ, അൽഗോ ട്രേഡേഴ്സ് ഒക്കെ ചെയ്യുന്നത് പോലെ ഡെഫിനറ്റ്ലി ഞാൻ അങ്ങനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല. നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾക്ക് വർക്ക് ചെയ്യത്തില്ല, ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ അതിന് യോജിച്ചതല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗെറ്റ് ഔട്ട്. ഈ കാശ് എന്തിനാണ് കൊണ്ട് കൊടുക്കുന്നത്? ഇപ്പൊ എനിക്കറിയാം ഇന്നത്തെ ദിവസം ഈ 12 രൂപയെന്ന് പ്രീമിയം 28 രൂപയിലേക്ക് പോയി കഴിഞ്ഞാൽ മൈ സിസ്റ്റം വോണ്ട് വർക്ക്, അല്ലെ? 28 പോയി കഴിഞ്ഞാൽ എന്റെ സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഞാൻ ഐ ജസ്റ്റ് എക്സിറ്റ് ചെയ്ത് കിട്ടിയ പ്രോഫിറ്റ് എന്താണോ അത് ഞാൻ കയ്യിൽ പിടിച്ചു, അത്രേ ഉള്ളൂ. നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് പണം മാർക്കറ്റിലേക്ക് പോകും നമുക്ക് ഉറപ്പുള്ള സാഹചര്യങ്ങളിൽ മാറി നിൽക്കുക. അല്ലാത്ത സാഹചര്യങ്ങളിൽ അഗ്രസീവ് ആയിട്ട് ട്രേഡ് ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല. ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ഗിവ് യു ബാക്ക് ദ മണി. നമ്മൾക്ക് ഇതേപോലെ അൽഗോ ട്രേഡേഴ്സ് ഇപ്പൊ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഒരു ഡിസ്ക്രിഷണറി ട്രേഡറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അൽഗോരിതമിക് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു സിസ്റ്റം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ഉണ്ടാവും. ഈ സെറ്റപ്പിൽ മാത്രം ട്രേഡ് ചെയ്യുക, 5 ട്രേഡ് എടുക്കുക, അതിൽ 3 ട്രേഡ് പ്രോഫിറ്റ് ആകുക, 2 ട്രേഡ് ലോസ് ആയിക്കോട്ടെ, ദാറ്റ് ഈസ് ഓക്കെ. 3 ട്രേഡ് എടുക്കുന്ന സാഹചര്യം 3 ട്രേഡ് പോസിറ്റീവ് ആകാൻ നേരം ഓരോ ട്രേഡും നിങ്ങൾക്ക് 5 രൂപ തരുന്നു. ഇവിടെ ഓരോ ട്രേഡിൽ നിന്നും 5 രൂപ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ഓൾ 5 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 5 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നു. സോ ദിസ് ഇസ് ഹൗ സിസ്റ്റമാറ്റിക് ട്രേഡേഴ്സ് വർക്ക്. ഇല്ലെങ്കിൽ അവരുടെ സിസ്റ്റം ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന അവർ വിശ്വസിക്കുന്നു, ഇല്ലെങ്കിൽ മാർക്കറ്റിൽ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഒരു ലൂപ്പ് ഹോൾ ആണ്. മാർക്കറ്റ് എനിക്ക് പ്രോഫിറ്റ് തരാൻ സാധ്യതയുള്ള ഒരു ലൂപ്പ് ഹോൾ, ഞാൻ ഇങ്ങനെ ട്രേഡ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് പ്രോഫിറ്റ് കിട്ടാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ എന്നുള്ളൊരു ലൂപ്പ് ഹോൾ ആണ് അവർ ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ആ സിസ്റ്റം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ വർക്ക് ചെയ്യത്തില്ല നിങ്ങൾക്ക് തോന്നിയാൽ ഗെറ്റ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. ആദ്യം കാലങ്ങളിൽ ഒരിക്കലും അൽഗോ ട്രേഡ്സിലോട്ട് പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. യു ക്യാൻ ഒബ്വിയസ്ലി ട്രെയിൻ യുവർ സെൽഫ്.
അൽഗോ ട്രേഡിംഗ് ഇസ് നോട്ട് ഗോയിങ് ടു ഗീവ് യു എനിവെയർ അറൌണ്ട് 20-25% മേളിൽ റിട്ടേൺസ് തരാനായിട്ടേ പോകുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷിജുമോൻ ആന്റണിയുടെ റിട്ടേൺസ് നിങ്ങൾക്ക് പല വീഡിയോസിലൂടെ നിങ്ങൾ കണ്ടു കാണും. 200%. ലാസ്റ്റ് പ്രബുൽ കുൽക്കർണിയുടെ കൂടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഹി ഈസ് മേക്കിംഗ് അറൌണ്ട് 70% റിട്ടേൺസ് പെർ ഇയർ. റൈറ്റ്. ആളുടെ കയ്യിൽ ക്യാപിറ്റൽ കുറവായിരുന്ന സമയത്ത് ഹി വാസ് മേക്കിംഗ് അറൌണ്ട് 400%. സി ദിസ് ആർ നോട്ട്, ഇവര് ഒരിക്കലും, ഈ ട്രേഡേഴ്സ് ഒരിക്കലും സിസ്റ്റമാറ്റിക് ട്രേഡേഴ്സ് അല്ല. സിസ്റ്റമാറ്റിക് ട്രേഡേഴ്സ് ആണെങ്കിൽ ഒബ്വിയസ്ലി അവിടെ സ്റ്റോപ്പ് ലോസസ് എടുക്കും. ഇവർക്ക് മാർക്കറ്റിൽ നിന്ന് എപ്പോൾ മാറി നിൽക്കണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഏത് സമയത്ത് ട്രേഡിന്റെ അളവ് ഇൻക്രീസ് ചെയ്യണമെന്ന് അറിയാം. അവർക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തും വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ ദി ആർ ജനറേറ്റിംഗ് സച്ച് കൈൻഡ് ഓഫ് റിട്ടേൺസ്. അൽഗോ ട്രേഡേഴ്സ് ആണെങ്കിൽ 20-25 നിൽക്കും. സോ ഇഫ് യു ആർ ഇൻവെസ്റ്റിംഗ് യുവർ ടൈം, നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ സമയം മുടക്കി ട്രേഡിംഗ് പഠിക്കുന്നുണ്ട്, ഇതേപോലെ വന്നിരുന്ന ക്ലാസ്സും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു ഹാവ് ടു എയിം ഫോർ ദിസ്, നോട്ട് ദിസ്. ഇതിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അൽഗോ ട്രേഡേഴ്സിന്റെ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അവിടെ പോയി രജിസ്റ്റർ ചെയ്താൽ മോസ്റ്റ്ലി ചിലപ്പോൾ നിങ്ങൾക്ക് 20% കിട്ടുമായിരിക്കാം. ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല. ലാസ്റ്റ് ടൈം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടീം പറഞ്ഞത് 12% കിട്ടിയതാണ്. അത് എന്തുമാത്രം വിശ്വസനീയമാണെന്ന് അറിയത്തില്ല. എന്നോട് പേഴ്സണലി ഒരാൾ പറഞ്ഞത് ദാറ്റ് വാസ് എ നെഗറ്റീവ് ഇയർ എന്നാണ് പറഞ്ഞത്. അവരുടെ പല കാര്യങ്ങളും വർക്ക്ഔട്ട് ആയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സോ ഐ എം നോട്ട് സെയിങ് ദാറ്റ് വോണ്ട് വർക്ക്. അവരുടെ സിസ്റ്റംസോ കാര്യങ്ങളോ വർക്ക് ചെയ്യത്തില്ല എന്നല്ല, പക്ഷെ മാക്സിമം യു എക്സ്പെക്ട് ദിസ്. ഓക്കെ, ഇതായിരിക്കണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ബട്ട് സ്റ്റഡി വെരി ഹാർഡ് വിത്ത് ദ മാർക്കറ്റ്. യു ക്യാൻ ഗോ അപ് ടു 200-300% പെർ ഇയർ. ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോഴും സി വെൻ യു ഹാവ് എ ക്യാപിറ്റൽ ഓഫ് 5 CR, 5 CR നിങ്ങൾക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദിസ് വോണ്ട് വർക്ക്. ഈ റിട്ടേണിലേക്ക് നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യത്തില്ല. കാര്യം നിങ്ങൾ എടുക്കുന്ന റിസ്ക് അത്രയും വലുതായിരിക്കും. നിങ്ങൾ അപ്പം എന്തായിരിക്കും ശ്രമിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കും. സോ യു നോ ഹൗ ടു മേക്ക് 200%. യു വിൽ ഡെഫിനറ്റ്ലി എൻഡ് അപ്പ് മേക്കിംഗ് മച്ച് മോർ ദാൻ 50%. ഇതിനുശേഷം ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആയതിനു ശേഷം ഒബ്വിയസ്ലി നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വിട്ട് നിൽക്കുക തന്നെ ചെയ്യും. മാർക്കറ്റിൽ നിന്ന് ഒരു 5 ക്രോസ് നിങ്ങൾ ഒരു 20-25 ക്രോസിലേക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വലിയ എമൗണ്ട് എടുക്കത്തില്ല. മാക്സിമം നിങ്ങൾ 5 ക്രോസിനെ ട്രേഡ് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾ വളരെ സേഫ് ആയിട്ട്, കാര്യം നിങ്ങൾ യു വിൽ ഗെറ്റ് ദ നോളജ് ഓഫ് ഹൗ മാർക്കറ്റ് വർക്ക്സ്. എന്ത് റിസ്ക് ആണ് നിങ്ങൾ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ വിട്ട് നിന്നിട്ട് മാക്സിമം 5 ക്രോസിന് ട്രേഡ് ചെയ്തിട്ട് ബാക്കി വേറെ അസറ്റുകളിലോട്ട് മാറ്റി അതിന്റെ ഇൻട്രസ്റ്റും അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺസും എല്ലാം കൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്ന രീതിയിലോട്ട് ആസ് എ ട്രേഡർ നിങ്ങൾ മാറും. സോ ദിസ് ഇസ് ദ ജനറേഷൻ ഓഫ് എ ട്രേഡർ. സോ ഈ രീതിയിലാണ് ട്രേഡിംഗ് എപ്പോഴും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ആ രീതിയിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുക. ആ രീതിക്ക് എത്തിയതിനു ശേഷം നമുക്ക് അൽഗോ ട്രേഡ്സും കാര്യങ്ങളിലോട്ടൊക്കെ മാറുന്ന കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ഐ ടോക്ക്ഡ് എ ലോട്ട് ഫോർ ദ ഡേ. സുധി, വേറെ എന്തെങ്കിലും കാര്യം എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞത് കുറച്ച് ലെങ്തി ആയി പോയെന്ന് അറിയാം, പക്ഷെ ഐ തിങ്ക് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ മോസ്റ്റ്ലി, റൈറ്റ്? സാറേ, വെള്ളിയാഴ്ച ദിവസം ഇതുപോലെ നമുക്ക് ചെയ്യുന്നത് നല്ലതല്ലല്ലോ, മണ്ടത്തരല്ലേ? ഈ മുകളിലും മറ്റേ അയൺ കൗണ്ടർ കാലത്തിന് ഒരു 40 രൂപയ്ക്കൊക്കെ സെല് ചെയ്തിടുന്നത് നമുക്ക് ഏത് ഇതിന്റെ ദിവസമാണ് മൂവ്മെന്റ് അറിയാൻ സുധി? വേണ്ടിയിട്ട്. വെള്ളിയാഴ്ച ദിവസം ഫ്രൈഡേസിൽ നമുക്ക് ഇതുപോലെ ഒരു അയൺ കൗണ്ടർ കാലത്ത് തന്നെ ചെയ്ത് ഒരു 9-16 ആകുമ്പോഴേക്കും എടുക്കണത് നല്ലതാണോ? ആ, കുഴപ്പമില്ല. സി, നമ്മളുടെ ഉദ്ദേശം അങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഞാൻ ഷിജുമോൻ ആന്റണിയുടെ ഒരു ട്രേഡിംഗ് സ്റ്റൈലിനെ പറ്റി പറഞ്ഞതിന്റെ ഒരു ബേസിലല്ലേ ഇതിപ്പോ ചോദിച്ചിരിക്കുന്നത്? അതെ 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 അതെ. റൈറ്റ്. അപ്പൊ ആള് ചെയ്യുന്നത്, ആൾക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഒന്നും വേണ്ട, 0 പ്രോഫിറ്റ്, ഉം. ബട്ട് ഹി വിൽ ഗെറ്റ് ദ ഡയറക്ഷൻ. റൈറ്റ്. ഈ കോൾ ഓപ്ഷൻ സൈഡിൽ പ്രീമിയംസ് ഇൻക്രീസ് ആകുന്നുണ്ടെന്ന് തോന്നിയാൽ ഹി ക്യാൻ ബൈ, ഗോ ആൻഡ് ബൈ, വാങ്ങാനായിട്ട് പറ്റും. വാങ്ങിച്ചാൽ എന്താ, മാർക്കറ്റ് ഇവിടം വരെ എത്തിയാൽ കോൾ ഓപ്ഷൻ വിൽ ബ്ലാസ്റ്റ്. കയ്യിലിരിക്കുന്ന കോൾ ഓപ്ഷൻ ഹെവി റിട്ടേൺസ് തരും. അത് മനസ്സിലായോ? ഓക്കെ ഓക്കെ. നല്ല റിട്ടേൺസ് ആയിരിക്കും കോൾ ഓപ്ഷൻ ബൈ സൈഡ് തരുന്നത്. പക്ഷെ പുട്ട് സൈഡിലെ ഈ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തതിലുണ്ടാവുന്ന ലോസ് എവിടെയായിരിക്കും മിറ്റിഗേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്ത് സെല്ല് ചെയ്ത പി സൈഡിൽ നിന്നായിരിക്കും. ഓക്കെ, സോ ഹി ഗോട്ട് ദ ഡയറക്ഷൻ റൈറ്റ്. ഈ കോൾ സൈഡിൽ നിന്ന് അധികം ലോസസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. കോൾ സൈഡ് ബൈ സൈഡ് വിൽ ഗോ റിയലി റിയലി ഹൈ.
മേലോട്ട് ബൈ ചെയ്തിരിക്കുന്ന പൊസിഷൻ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് തരും. പക്ഷെ കോൾ സൈഡിൽ ആ ഒരു ബ്ലാസ്റ്റ് ഒരിക്കലും ഉണ്ടാവത്തില്ല. പുട്ട് സൈഡിൽ നിന്നുള്ള ഒരു ഇത് ഹോൾഡ് ചെയ്യും. പക്ഷെ ഒരു സ്റ്റേജിന് ശേഷം ആള് ഈ ഒരു പൊസിഷൻ കട്ട് ഡൗൺ ചെയ്യും. ഈ ഓക്കെ. രീതിയിലാണ് ഡയറക്ഷൻ അവര് അനലൈസ് ചെയ്യുന്നത്. മൂവ്മെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും മൂവ്മെന്റ് ഇല്ലേ കോൾ സൈഡും പുട്ട് സൈഡും പ്രോഫിറ്റിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ലോസ് അടിക്കുന്നത് കൂടുതലും ഈ സൈഡ് വേസ് ഡേയ്സും അതുപോലെ ഇങ്ങനത്തെ ദിവസമാണ്. അപ്പൊ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് എന്റെ പ്രശ്നം. ഇപ്പൊ ഞാൻ എന്റെ ട്രേഡിംഗ് ചാനലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 10 ദിവസമൊക്കെ ട്രേഡ് ചെയ്യാൻ എനിക്ക് പറ്റാറുള്ളൂ. ബാക്കി ദിവസമൊക്കെ വർക്കൊക്കെ ആയിട്ട് നടക്കും. ഓക്കെ. ഈ 10 ദിവസവും നമുക്കൊരു 7 ദിവസം അല്ലെങ്കിൽ 7 ദിവസവും പ്രോഫിറ്റബിൾ ആണ്. പക്ഷെ ബാക്കിയുള്ള 3 ഡേയ്സ് ആണ് സൈഡ് വേസും ഇതുപോലത്തെ പ്രീമിയം ഡീക്ക് വരുന്ന ദിവസമാണ് ഞാൻ പെടണത്. അപ്പൊ അത് മനസ്സിലാക്കാൻ എനിക്കിത് കുറച്ചുകൂടി യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു ഈ ഒരു മെത്തേഡ്. പ്രീമിയം ഡി കെ ഉള്ള ദിവസമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പൊ സപ്പോസ്